പ്രതിസന്ധികളും പ്രയാസങ്ങളും ഓളങ്ങളും തിരകളും സംഘർഷങ്ങളും സംഘടനകളുമൊക്കെ ജീവിതത്തിനെതിരെ വെല്ലുവിളിയോടെ നിന്ന സമയത്ത് എല്ലാത്തെയും സമഭൂമിയാക്കി മാറ്റിയ, ദുർഘടങ്ങളെ നിരപ്പാക്കി, ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച്, താമ്രക്കഥകളെ തകർത്ത്, ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികളെ പുറത്തു കൊണ്ടുവന്ന ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിലും നമുക്കൊന്ന് തിരിച്ചറിയാൻ ഇടയായി തീരട്ടെ. കർത്താവേ, അങ്ങയുടെ മുൻപാകെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അവിടുത്തെ പ്രവൃത്തി എൻ്റെ ജീവിത മണ്ഡലങ്ങളിൽ ഓരോ ദിവസവും വെളിപ്പെടുത്തണമേ എന്ന് ആര് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്? അവരെ സഹായിക്കാൻ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ആര് ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കാൻ തയ്യാറുണ്ട്? അവരെ സഹായിക്കാൻ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ആര് ഭയപ്പെടാതെ യഹോവയിൽ ആശ്രയിക്കും? അവരെ ശക്തീകരിക്കാൻ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകലിലും ദൈവത്തിൻ്റെ കരം വെളിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ ഇരിക്കുകയാണ്. ദൈവാത്മാവ് നമ്മളെ നയിക്കുകയാണ്. ആത്മാവിനാൽ നയിക്കപ്പെടാൻ ഇന്ന് പകലിലും നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവശബ്ദത്താൽ ഈ പകൽ നിറയുമ്പോൾ ഒരാത്മാവിൻ്റെ ഇടപെടൽ നമ്മുടെ കുടുംബത്തിനകത്തുണ്ടാവട്ടെ. ദൈവശബ്ദം നിങ്ങളെ ശക്തീകരിക്കട്ടെ, നിങ്ങളുടെ ഭാരത്തെ എടുത്തു മാറ്റട്ടെ. മികാ പ്രവചനം 6:9 കേട്ടോ, യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നത്, നിന്റെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു. വടിയെയും അതിനെ നിയമിച്ചവനെയും ശ്രദ്ധിപ്പീൻ. കേട്ടോ എന്ന് പറയുന്ന ദൈവശബ്ദം യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നു. മികാപ്രവചനം വളരെ ശ്രേഷ്ഠമാണ്. ദൈവസാന്നിധ്യം വരുന്ന ഒരു വ്യക്തി എങ്ങനെ യാഗം കഴിക്കണമെന്നും, ദൈവം നമ്മുടെ തലയ്ക്കലുണ്ടെന്നും, തകർക്കുന്നവൻ നമുക്ക് മുമ്പായി പുറപ്പെടുന്നെന്നും, മനുഷ്യ നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നും, ദൈവസാന്നിധ്യം ഒരു മനുഷ്യൻ വന്നാൽ അവൻ സിംഹത്തെ പോലെയാകുമെന്നും, സകല ദുഷ്ടശക്തികളെയും തകർത്ത് കളയുമെന്നും ഒക്കെ ഇതിനകത്ത് ഓരോ അധ്യായങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നു പകലിലും ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളോട് വിളിച്ചു പറയാനുള്ള സന്ദേശം, കേട്ടോ, യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നു. പട്ടണത്തോട് സംസാരിക്കുന്ന ദൈവം, കുടുംബത്തോട് സംസാരിക്കുന്ന ദൈവം, സഭയോട് സംസാരിക്കുന്ന ദൈവം വ്യക്തിപരമായി നമ്മോട് സംസാരിക്കും. ഈ പകൽ ഒരു ദൈവശബ്ദം കേൾക്കാൻ, എൻ്റെ കുടുംബത്തിൻ്റെ മേലുള്ള ദൈവശബ്ദം എൻ്റെ തലമുറയുടെ മേൽ, എൻ്റെ ശുശ്രൂഷയുടെ മേൽ, എൻ്റെ തലമുറയുടെ കെട്ടുപണിയുടെ മേൽ, ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ കേട്ടോ ദൈവശബ്ദം എന്ന ഇന്ന് പകൽ ചിലത് കേൾക്കണം. വചനത്തിലൂടെ, ആത്മാവിലൂടെ മുഴങ്ങുന്ന ദൈവശബ്ദം നിങ്ങളുടെ മേൽ വെളിപ്പെടുമ്പോൾ അത് ഒരു വലിയ വിടുതലായി പരിണമിക്കാൻ പോവുകയാണ്. നാളുകളായില്ലേ ദൈവശബ്ദം കേട്ടിട്ട്, നാളുകളായില്ലേ വചനത്തിലൂടെ ദൈവം സംസാരിച്ചിട്ട്, നാളുകളായില്ലേ പ്രാർത്ഥനയുടെ ദൈവശബ്ദം കേട്ടിട്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ കേട്ടോ, ഒരുത്തൻ പട്ടണത്തോട് വിളിച്ചു പറയുന്നു, അവൻ്റെ പേര് നസ്രനായ യേശു. മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, കല്ലറകളെ ഭേദിച്ചവൻ, കല്ലുകളെ തകർത്തെറിഞ്ഞവൻ, മുദ്രകളെ പൊട്ടിച്ചവൻ, റോമാ ഗവൺമെന്റിന്റെ മത കോടതികളെ, അതിന്റെ സകല സ്വാധീനങ്ങളെയും വെല്ലുവിളിച്ചവൻ, ഉളവാക്കാൻ കഴിവുള്ളവൻ, നിർമ്മിക്കാൻ കഴിവുള്ളവൻ, രൂപപ്പെടുത്താൻ കഴിവുള്ളവൻ, സൗഖ്യം തരാൻ കഴിവുള്ളവൻ, ബലം കൽപ്പിക്കാൻ കഴിവുള്ളവൻ, ആത്മാവിൽ നിങ്ങളെ പണിയാൻ കഴിവുള്ളവൻ ഇന്ന് പകൽ വെളിപ്പെടുന്നു. കേട്ടോ, ഒരുത്തൻ പട്ടണത്തോട് വിളിച്ചു പറയുന്നു. ഈ പകൽ നമ്മുടെ കുടുംബമാകുന്ന പട്ടണത്തോട്,
സഭയാകുന്ന പട്ടണത്തോട്, വ്യക്തി ജീവിതമാകുന്ന പട്ടണത്തോട്. കാരണം ഇരമ്യാനോട് ദൈവം പറയാ, നീ ഉറപ്പുള്ള ഒരു പട്ടണമാണ്, നീ ഒരു ടൗണാ. ടൗണിനകത്ത് എല്ലാവരും വരും കേട്ടോ. ടൗണിനകത്ത് ആൾക്കാർ വരും. ടൗണിലേക്ക് പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ടൗണിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ടൗൺ അറിയപ്പെടുന്നതാണ്. അപ്പോൾ ദൈവം പട്ടണത്തോടാ പറയുന്നത്, നിന്നെ ദൈവം ഒരു പട്ടണമാക്കി മാറ്റിയിരിക്കുക. നീ ഉറപ്പുള്ള പട്ടണമാണ്. അങ്ങനെയെങ്കിലും ആ പട്ടണത്തോട് ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു പട്ടണമാവണം. ഓ ശഖ പാ ഇന്നു പകൽ ദൈവാത്മാവ് പറയുന്നു, നിന്റെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാ. പട്ടണം ദൈവത്തെ ഭയപ്പെട്ടാൽ, ദിവ്യ ജ്ഞാനത്താൽ, ദിവ്യാത്മാവിനാൽ, ദിവ്യശക്തിയാൽ ദൈവം തൻ്റെ ജനത്തെ നിറയ്ക്കുമെന്ന് ആത്മാവിൽ വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട് കേട്ടോ. ഒരുത്തൻ പട്ടണത്തോട് വിളിച്ചു പറയുന്നു. അങ്ങനെങ്കിൽ ഇന്നും പകൽ ദൈവത്തിൻ്റെ പട്ടണമാകുന്ന നമ്മോട് ദൈവത്തിന് വിളിച്ചു പറയാനുള്ളത്, നീ ദൈവത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമായി വരാൻ പോകുക. ആർക്കും ഗ്രഹിച്ചുകൂടാത്ത, തിങ്കിയാത്ത ദൈവിക ജ്ഞാനം കൊണ്ട് നിറയപ്പെടണമോ ആ പട്ടണമായ നീ ദൈവത്തെ ഭയപ്പെടട്ടെ. ദൈവത്തിൻ്റെ മുമ്പാകെ താഴട്ടെ. ദൈവശബ്ദത്തിന് വേണ്ടി സമർപ്പിക്കട്ടെ. ആത്മാവിൻ്റെ വലിയ നിയോഗം ഇന്ന് പകലും തൻ്റെ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുന്ന പ്രത്യേക നിമിഷമത്രേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങളുടെ തലമുറകളുടെ മേൽ വരിക, നിങ്ങളുടെ ആത്മീയ ആരാധനയുടെ മേൽ വരിക. അതിനെ തളർത്തിക്കളയാൻ, പ്രാർത്ഥനയില്ലാതാക്കാൻ, നിങ്ങളുടെ ശരീരത്തെ ബന്ധിക്കുന്ന സകല രോഗബന്ധനങ്ങളും ഇന്ന് പകൽ അഴിയുക. ശ്വാസം മുട്ടിക്കുന്ന, പെരുപ്പുകൾ ഉളവാക്കുന്ന, മയക്കങ്ങൾ വരുത്തുന്ന സകല ശക്തികളും തലമുറയുടെ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഇന്ന് പകൽ വിശ്വസിക്കുക. ദൈവത്തിന് ഒറ്റ സെക്കൻഡ് മതി. നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ വ്യാപരിക്കുക. ഫയലുകളെ ദൈവത്തിന് ചലിപ്പിക്കാൻ ഇപ്പോഴും കഴിയും. നാളുകളായുള്ള പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ഇറങ്ങി വരാൻ ദൈവം തൻ്റെ ജനത്തെ ഇന്ന് പകൽ ഉപയോഗിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ സാന്നിധ്യം ജനത്തിൻ്റെ മേൽ, ദൈവസഭയുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടുത്തി ആദരിക്കണമേ. പട്ടണത്തോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ പട്ടണത്തോട് ദൈവം സംസാരിക്കണം. ദൈവത്തിൻ്റെ പട്ടണത്തെ കുറിച്ചുള്ള ആജ്ഞ ഇന്ന് പകൽ ദൈവം വെളിപ്പെടുത്തും. ദൈവത്തെ ഭയപ്പെടാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവശക്തി ഏറ്റെടുക്കാൻ, ആത്മാവിനാൽ പണിയപ്പെടാൻ ഇന്ന് പകൽ ഞങ്ങളെ ഇടയാക്കുന്നതിനായി സ്തോത്രം. രോഗികൾ നസ്സമായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിടുതലും ബലവും കൽപ്പിക്കണമേ. ആത്മാവ് ഞങ്ങളെ പണിയണമേ. ഇന്ന് പ്രായപ്പാടുള്ള കൃപ തരണമേ. എല്ലാ പോർവിളികളും യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. അമിത ബലം ഞങ്ങളുടെ പ്രാർത്ഥന തരണമേ. ക്ഷീണിപ്പിക്കുന്ന, മന്ദീഭവിക്കുന്ന സകല ശക്തിയുടെ മേലും, ബലം നഷ്ടപ്പെടുന്ന ദുട്ട പോർവിളിയുടെ മേലും ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുൻപോട്ട് പോകൂ. പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകൂ. ദൈവശബ്ദം കേൾക്കൂ. ദൈവത്തെ ഭയപ്പെടൂ. ദൈവകൃപ ഏറ്റെടുക്കൂ. കർത്താവ് വചനങ്ങളാൽ എല്ലാവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ.